എന്താ എല്ലാവരും കൂടി ഇവിടെ കാത്തു നിൽക്കുന്നേ? ഞാൻ വൈകിട്ടൊന്നുമില്ലല്ലോ. വിസ്മയ, വിമല ഇതുവരെ വന്നിട്ടില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫാ. ഇത്രയൊന്നും വൈകാറേയില്ല. മോളെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു മിനിറ്റ്. വിസ്മയ, ലൗഡ് സ്പീക്കറിലിട്. ഹലോ വിസ്മയ. ഹരിയേട്ടാ, വിമലേച്ചി ഇന്ന് വിളിച്ചായിരുന്നോ? ഇല്ലല്ലോ. എന്താ, അവളോട് ഇല്ലേ? ട്യൂഷന് പോയിട്ടേ ഇതുവരെ വന്നില്ല. നിങ്ങൾ തമ്മിൽ വിളിക്കോ കാണുമോ ഉണ്ടായോന്ന് അറിയാനാ. ഇല്ല, ക്ലാസ് കഴിഞ്ഞ് വൈകുന്നതാവും വിസ്മയ. ഇത്രയും വൈകാറില്ല. വിളിച്ചാലൊട്ട് കിട്ടുന്നുമില്ല. ഞാൻ ഡ്രൈവിംഗിലാണ് വിസ്മയ. ഞാൻ വിളിച്ചോക്കട്ടെ. എന്തിനാ വിമല ഇങ്ങനെ നുണ പറയുന്നത്? ഉള്ളതുപോലെ പറഞ്ഞൂടെ? ഒന്നുമില്ലെങ്കിലും നിന്റെ കൂടെപ്പുറപ്പല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയില്ലേ? അതറിയുമ്പോഴല്ലേ. അതുവരെ അവൾ എന്നെ പറഞ്ഞതിനൊക്കെ അനുഭവിക്കട്ടെ. ഹരിയേട്ടനെയാ വിളിച്ചത്. ഇന്ന് വിളിച്ചില്ലെന്നാ പറഞ്ഞത്. പിന്നെ എവിടെ പോവാനാ വിമല? അവനും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ട് മോളെ. വിനയനെ കാണാൻ അവൾ ആശുപത്രിയിൽ പോകുന്ന പതിവില്ല. ഫോൺ ഓഫ് ചെയ്യുന്ന പതിവുമില്ല. വീണയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ചിലപ്പോ അവൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിലോ. എന്തിനും വിമലേച്ചയെ പിന്താങ്ങുന്നത് അവളല്ലേ. വീണേ, വിമലേച്ചി നിന്നോട് വല്ലതും പറഞ്ഞോ? എന്നോടെന്തു പറയാൻ? എങ്ങോട്ടെങ്കിലും പോകുന്ന കാര്യം? ഏയ് ഇല്ല. അല്ലെങ്കിൽ തന്നെ എന്നോട് പറയേണ്ട കാര്യം എന്താ? വിമല ഇതുവരെ വന്നില്ല. അതാ വല്ലതും അറിയാമോന്ന് നിന്നോട് ചോദിച്ചത്. അത് തന്നെയാ മുത്തശ്ശ ഞാനും പറഞ്ഞത്. വിമലേച്ചിയുടെ എല്ലാ കാര്യവും ഞാൻ അറിയേണ്ട ആവശ്യം എന്തുവാ? പിന്നെ നേരം വൈകിയതാണെങ്കിൽ ഇപ്പൊ കാലമൊക്കെ മാറി. രാത്രി പകൽ ആണ് പെണ്ണ് എന്നൊന്നുമില്ല. വിമലേച്ചിക്ക് വിമലേച്ചിയുടെ കാര്യങ്ങളുണ്ടാവും. അതിന് പോയപ്പോ വൈകിട്ടുണ്ടാവും. 9 മണിക്ക് ബെല്ലടിക്കുമ്പോ വന്ന് കയറണമെന്ന് ശഠിക്കാൻ ഇത് വനിതാ ഹോസ്റ്റലൊന്നും അല്ലല്ലോ. അവിടെ പോലും ഇപ്പൊ 11 മണിയാക്കിയെന്നാ കേട്ടത്. ഇനി എന്ത് ചെയ്യും മോളെ? സമയം ഒരുപാടായില്ലേ മുത്തശ്ശ? ഒരു പെൺകുട്ടിയാ കാണാതായിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരിടത്തും ആളില്ല. അപ്പോ ഇനി ഒന്നേ നമുക്കുടൻ ചെയ്യാനുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യാം. എന്തു പറയുന്നു?